ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇരിഞ്ഞാലക്കുടയിലുള്ള നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലുള്ള KS പാർക്കിലേക്കാണ് കേട്ടോ അന്ന് വരണത്. അത് ഇന്ന് മോളുടെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ മോളിനെയും പിള്ളേരെയൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർക്ക് കാണുന്നത്. നല്ല നീറ്റായിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ, നല്ല ക്ലീൻ നീറ്റ്, നല്ല അടിപൊളി പാർക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് വന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ കാണാം. അതൊക്കെ നല്ല വൃത്തിയായിട്ടും നല്ല അത് നോക്കാനായിട്ട് എപ്പോഴും അവിടെ ആൾക്കാരുണ്ടാവും, ക്ലീനിങ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർക്കാണ്. വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ അബ്ദുൽ കലാം, വിവേകാനന്ദ സ്വാമി, അതുപോലെ ഗാന്ധിജി, മദർ തെരേസ, അവരുടെയൊക്കെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനായിട്ട് കുന്നുപോലെ ഉള്ള ഭാഗങ്ങളും ആ കുന്നിൻ്റെ ഇരുവശത്തായിട്ട് റോഡ് പോലെ, അത് കരിങ്കല്ല് കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റാച്ചു ജിറാഫിനെ ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പം ഞാനത് കാണാനായിട്ട് പോയി. അത് നല്ല വലിപ്പത്തിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. നമുക്ക് എത്ര ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്, ഫോട്ടോഷൂട്ടിനൊക്കെ നല്ലോണം പറ്റിയ സ്ഥലമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊക്കെ. അതുപോലെ തന്നെ അതേ കുന്നിൻ്റെ മുകളിൽ കൂടെയാണ് ഇങ്ങനെ ഓടി കയറാനായിട്ട് നമുക്ക് തോന്നും. റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ തന്നെയല്ല, അതിൻ്റെ ഒരേ പാർക്കിൻ്റെ ഓരോ ഭാഗത്തും റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അതേ അങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഓടി വരാനായിട്ട് നല്ല രസമാണ്. അവിടെ നിന്ന് അങ്ങനെ നടപ്പാതെ കൂടെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബിൽഡിംഗ് കാണാം. ആ ബിൽഡിങ്ങിൽ അവിടെ ഇരുന്ന് പത്രം വായിക്കണമെങ്കിൽ പത്രം വായിക്കുന്നവർക്ക് വായിക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ ഗെയിമുകളുണ്ട്. ഇത് ഫുട്ബോൾ കളിക്കുന്ന പോലെ, രണ്ട് ടീം ഫുട്ബോൾ കളിക്കണത് നമ്മൾ തന്നെ അത് എങ്ങനെ ചെയ്യണത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് നന്നായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും കളിക്കാം, വലിയവരും കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട് കുട്ടികൾ. ഉണ്ട്. അതുപോലെ ടേബിൾ ടെന്നീസ് കളിക്കുന്ന കുട്ടികൾ. അതുപോലെ തന്നെ അവിടെ വന്നിരിക്കാം, റെസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ഷെഡ് ഒക്കെ പോലെ. അതൊരു നല്ലൊരു ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ, നല്ലൊരു ബിൽഡിംഗ് ആണ്. അവിടെ ആൾക്കാർക്ക് വന്നിരിക്കാം, TV കാണാം. വലിയ TV വെച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ ടേബിൾ ടെന്നീസ്, ക്യാരം ബോർഡ്, അത് വലിയ ക്യാരംസ് ബോർഡിൻ്റെ പോലെയുള്ള ഒരു ഇത്, അതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നേരം പോക്കിനുള്ളത് ഈ പാർക്കിലുണ്ട്. വലിയവർക്ക് ഇവിടെ വന്നിരുന്ന് TV കാണാം, ന്യൂസ് കാണാം, പത്രം വായിക്കാം, എല്ലാ ഇതും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഈ ബിൽഡിങ്ങിലുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാണെങ്കിൽ വീണ്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും സീസോ, സ്ലൈഡ്, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പപ്പിയും മോളും കൂടിയിട്ട് അവിടെ അത് കളിക്കാനായിട്ട് കുറച്ച് നേരം നിന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലുകളും അങ്ങനെയുള്ള സംഭവങ്ങളായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട് കേട്ടോ. നേരം പോകാനായിട്ട് നല്ലതാണ്. 6 മണി തൊട്ട് അവിടെ മ്യൂസിക്കൊക്കെ ഇടും. അപ്പോൾ ഞങ്ങൾ 6 മണിക്കല്ല പോയത്, മ്യൂസിക്കൊക്കെ ഇടും. അപ്പോൾ അവിടെ വന്നിരിക്കാനും അവിടുത്തെ കുളിർക്കാറ്റ് കൊണ്ടിരിക്കാനും ഒക്കെ നല്ല രസമാണ്. മഴ പെയ്താൽ മാത്രമുള്ള ഒരു പ്രശ്നമുള്ളൂ, അല്ലെങ്കിലൊക്കെ നല്ല സുഖമായിട്ട് അവിടെ വന്നിരിക്കാം. ഫാമിലിക്കൊക്കെ വരാനാണെങ്കിലും മക്കളെയൊക്കെ കൊണ്ടുവന്ന് കളിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.